നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രേതം യഥാർത്ഥമാണെന്ന് ശാസ്ത്രീയമായി വിലയിരുത്തുന്നതിലെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കുന്ന മുത്തശ്ശി കഥകൾ മുതൽ എല്ലാ ഭാഷകളിലും എല്ലാ രാജ്യങ്ങളിലും പ്രചരിക്കുന്ന കഥകളിലും സിനിമകളിലും എല്ലാം പ്രേതം എന്ന കഥാപാത്രത്തെ തുറന്നു കാട്ടുന്നു. എന്നാൽ നാളിതുവരെ ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. എന്നിരുന്നാലും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ, അല്ലെങ്കിൽ ആത്മാക്കൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ എന്നുള്ളതെല്ലാം പലരുടെയും വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. വാസ്തവത്തിൽ പ്രേതങ്ങൾ പരക്കെ വിശ്വസിക്കപ്പെടുന്ന അസാധാരണമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രേതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. 2019 ഇപ്സോസ് വോട്ടെടുപ്പിൽ 46% അമേരിക്കക്കാർ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. 2015 പ്യൂ റിസർച്ച് പഠനമനുസരിച്ച് ഏകദേശം 18% ആളുകൾ തങ്ങൾ ഒരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരാളുടെ സാന്നിധ്യത്തിലായിരുന്നെന്നോ പറയുന്നു. അവ്യക്തമായ ഉത്തേജനങ്ങൾക്കിടയിൽ പാറ്റേണുകൾ, പ്രത്യേകിച്ച് മനുഷ്യരുടെ മുഖങ്ങളും രൂപങ്ങളും കണ്ടെത്താനുള്ള നമ്മുടെ മസ്തിഷ്ക പ്രവണത പാരഡോളിയ ആയിരിക്കാം ഒരു പൊതു കാരണം. പ്രേതങ്ങളെ ശാസ്ത്രീയമായി വിലയിരുത്തുന്നതിലെ ഒരു ബുദ്ധിമുട്ട് എന്തെന്നാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്വയം അടയുന്ന വാതിൽ, താക്കോൽ നഷ്ടമാകുന്നത്, സ്വയം നീങ്ങുന്ന കസേര, മരിച്ചുപോയ ആൾക്കാരുടെ രൂപം കാണുന്നത് അല്ലെങ്കിൽ തോന്നുന്നത്, അല്ലെങ്കിൽ അവർ ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തുടങ്ങിയ അതിശയകരമാം വിധം വൈവിധ്യമാർന്ന പ്രതിഭാസങ്ങൾക്ക് പാത്രമാകുമ്പോൾ തോന്നും പ്രേതമുണ്ട് എന്ന്. എന്നാൽ ഇതിനൊന്നും ഒരു ശാസ്ത്രീയമായ തെളിവില്ല എന്നുള്ളത് മറ്റൊരു വശം കൂടിയാണ്. അതിനാൽ ഒരു പ്രേത അനുഭവം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പലരും മിക്ക ആളുകളും പറയുന്ന പോലെ അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് നിരത്താൻ കഴിയാത്തതിനാൽ പ്രേതമുണ്ടെന്ന് തെളിയിക്കുന്നതിന് പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രേതങ്ങളെക്കുറിച്ചുള്ള ഏതൊരു അവകാശവാദവും അതിനെ സംശയിക്കാനുള്ള യുക്തിസഹമായ കാരണങ്ങൾ ഉയർത്തുന്നു. ഇങ്ങനെ ഓരോ ആൾക്കാരുടെയും അനുഭവങ്ങൾ ചിലപ്പോൾ അവർക്ക് തോന്നുന്നത് മാത്രമായിരിക്കാം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. യഥാർത്ഥ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും അമാനുഷിക വിശദീകരണങ്ങൾ പലപ്പോഴും ആത്മവിശ്വാസത്തോടെ പ്രസ്താവിക്കപ്പെടുന്നു. ഈ ആത്മവിശ്വാസം പലപ്പോഴും യഥാർത്ഥ സത്യത്തിൻ്റെ തെറ്റായ ബോധം നിൽക്കുകയും ചെയ്യുന്നു. തെർമോഡൈനാമിക്സിൻ്റെ 1-ാം നിയമത്തെ അടിസ്ഥാനമാക്കി ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രേതങ്ങളുടെ യാഥാർത്ഥ്യത്തിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം നിർദ്ദേശിച്ചതായി പരക്കെ അവകാശപ്പെടുന്നു. ഊർജം സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെങ്കിലും രൂപം മാറുകയാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജത്തിന് എന്ത് സംഭവിക്കും? അത് എങ്ങനെയെങ്കിലും പ്രേതമായി മാറുകയോ? ഇത് ന്യായമായ ഒരു അനുമാനം പോലെ തോന്നുന്നു. കാരണം അടിസ്ഥാന ഭൗതിക ശാസ്ത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി പരിശോധിക്കും മുന്നേ വരെ ഉത്തരം വളരെ ലളിതം. ഒരു വ്യക്തിയുടെ മരണശേഷം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലെ ഊർജം മരണശേഷം എല്ലാ ജീവജാലങ്ങളുടെയും ഊർജം പോകുന്നിടത്തേക്ക് തന്നെ പോകുന്നു. ഒന്നുകിൽ പരിസ്ഥിതിയിലേക്ക്, ഊർജതാപത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നു. ശരീരം നമ്മെ ഭക്ഷിക്കുന്ന മൃഗങ്ങളിലേക്ക്, അതായത് ജഡം കുഴിച്ചിടാതെ വിട്ടാൽ വന്യമൃഗങ്ങളിലേക്കും, അല്ലെങ്കിൽ കുഴിച്ചിട്ടാൽ പുഴുക്കളും ബാക്ടീരിയകളിലേക്കും, അല്ലെങ്കിൽ ശരീരം ആഗിരണം ചെയ്യുന്ന സസ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. എന്തൊക്കെയായാലും ഇതെല്ലാം ഒരു പ്രേതമാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ ആധുനിക ശാസ്ത്രത്തിലില്ല. പലപ്പോഴും തോന്നുന്ന നിഴലുകളോ വെളിച്ചമോ സൗണ്ടുകളോ ചിലപ്പോൾ പലരിലും ഒരു അസ്വാഭാവികത തോന്നിയേക്കാം. എന്നുവെച്ച് പ്രേതമാണെന്ന് ഉറപ്പിക്കാൻ ഒരു ശാസ്ത്രീയ തെളിവുകളുമില്ല. ഇനി ഇങ്ങനെ ചിലർക്ക് പ്രേതമെന്ന് തോന്നിയ ക്യാമറയിൽ പതിഞ്ഞ ചില വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഇതെല്ലാം തോന്നലാകാം. എന്തായാലും വീഡിയോ കാണുമ്പോൾ ഉള്ളിലൊരു ഭയം തോന്നുകയും ഉണ്ടാകാം. ഇത് ബ്രസീലിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞൊരു രംഗമാണ്. ഇവിടെ ഒരു മാറ്റമുണ്ടാകുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. എന്താണ് ആ മാറ്റം? പെട്ടെന്ന് യാതൊരു അനക്കവും ആളും ഇല്ലാതെ തന്നെ കതക് തുറക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കുന്നത് 2 ലേഡീസ് ഇരുന്ന് ജോലി ചെയ്യുന്നു. അതിലൊരു ലേഡി എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തു പോകുന്നതാണ് കാണുന്നത്. അതിനുശേഷം പെട്ടെന്ന് കഥ പറയുന്നു. എന്താണ് സംഭവിച്ചെന്നറിയാതെ തുറന്നു നോക്കിയപ്പോൾ ആരെയും കാണുന്നതുമില്ല. ഈ വീഡിയോയിൽ കാണുന്നത് പെട്ടെന്ന് എന്തോ കണ്ട് പേടിക്കുന്നത് പോലെയാണ് ആ ലേഡി. അത് എന്തോ കണ്ടിങ്ങനെ പേടിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് പാസ് ചെയ്തു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ആ സ്ട്രെച്ചർ നീങ്ങുന്നത് കാണാം താനെ തന്നെ. അതുപോലെ തന്നെയാണ് അവിടുത്തെ ആ സ്റ്റാഫ് നടന്നു വരുമ്പോൾ തന്നെ ആ സ്ട്രെച്ചർ താനെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റലിൽ CCTVയിൽ പതിഞ്ഞൊരു കാര്യമാണ്.
ഡെഡ് ബോഡിയിൽ നിന്ന് എന്തോ ഒന്നിങ്ങനെ എഴുന്നേറ്റ് പോകുന്ന പോലെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ആ ഡെഡ് ബോഡിയിൽ നിന്ന് എന്തോ ഇങ്ങനെ ഒന്ന് മെല്ലെ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഒരു കസേര അല്ലാതെ വേറെ അവിടെ ആരെയും കാണാനില്ല. പെട്ടെന്ന് തന്നെ ആ കസേര നീങ്ങുന്നത് കാണാം. ഇതെല്ലാം ചിലപ്പോൾ തോന്നലുകളാകാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആകാം. കാരണം എന്തൊക്കെ ആയാലും ശരി തന്നെ ശാസ്ത്രീയമായിട്ട് പ്രേതം ഉണ്ടോ എന്നുള്ളത് ഇന്ന് വരെ തെളിഞ്ഞ ഒരു കാര്യമല്ല. അതിനാൽ പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു തർക്കത്തിലിരിക്കുന്ന വിഷയം തന്നെയാണ്.